പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം സംസ്ഥാനത്തെ പല ഹോട്ടലുകളെയും ബാധിച്ചു കഴിഞ്ഞു. കൊമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ അഭാവം പല ഹോട്ടലുകളിലും മെനു വെട്ടിച്ചുരുക്കുന്നതിലും പ്രവർത്തന സമയം കുറയ്ക്കുന്നതിനും കാരണമായി. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പൂട്ടാൻ പോകുന്ന ഹോട്ടലിലാണിത്. ഈ ഹോട്ടലിന്റെ അവസ്ഥ നമുക്ക് കണ്ടുവരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാബുച്ചന്റെ കടയിലാണ്. ഇപ്പോൾ ഇവിടെ ഗ്യാസ് ഒക്കെ തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. ചേട്ടനോട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചറിയാം. ചേട്ടാ, യുദ്ധം വലിയ രീതിയിൽ ബാധിച്ചേക്കുവാണ്. ഈ ഗ്യാസിന്റെ അഭാവം എങ്ങനെയാണ് ചേട്ടനെ ബാധിച്ചേക്കുന്നത്? ഗ്യാസിന്റെ അഭാവം ശരിക്കും ബാധിച്ചു. ഇന്നുകൂടെയാണ് നമ്മൾ ഈ കട മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉപജീവന മാർഗമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഒരു സിലിണ്ടർ പോലും നമുക്കിപ്പോൾ കിട്ടാനില്ല. അങ്ങനെ ഒരു അവസ്ഥയായി കാര്യങ്ങൾ. ഇപ്പോൾ ഭാരതകാര്യ കേന്ദ്രം വിളിച്ചിട്ട് നമുക്ക് തരുന്ന ഏജൻസികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞേക്കുന്നത് ഒരു കാരണവശാലും ഹോട്ടലുകാർക്ക് ഗ്യാസ് കുറ്റി കൊടുക്കരുത്. ഇന്നലെ ഏജൻസിയോട് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ലൈസൻസ് കട്ട് ചെയ്യുമെന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള പാവങ്ങളെ ശരിക്കും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്യാസ് ഇല്ലായ്മ, ഈ അല്ലെങ്കിൽ ഒരു അടച്ചുപൂട്ടല് ഇവിടുത്തെ തൊഴിലാളികളെ ബാധിക്കുന്നില്ലേ നല്ല രീതിയിൽ? ശരിക്കും തൊഴിലാളികളെ ബാധിച്ചു തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ 5 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു, ഐറ്റംസുകളൊക്കെ കുറച്ചു. അപ്പോൾ ഒരു 3 തൊഴിലാളികളെങ്കിലും ഇപ്പോൾ നാട്ടിൽ പോയി. അപ്പോൾ അത് അവർ ശരിക്കും ബാധിച്ചു. ഇനി നമ്മൾ ഗ്യാസ് കിട്ടി വരുമ്പോഴേക്കും അവർ വരണമെന്നില്ല. കാരണം അവർക്ക് നമുക്ക് കച്ചവടം ഇല്ലാണ്ട് അവർക്ക് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ നാട്ടിൽ പോയി. അപ്പോൾ അത് തൊഴിലാളികളെയാണ് ശരിക്കും ബാധിച്ചത്. ഇപ്പൊ ഇനിയിപ്പോ നാളെ മുതൽ 2 പേരെ നമ്മൾ നിർത്താണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കട ഓപ്പൺ ചെയ്യണല്ലോ. അതാണ് 2 പേരെ നമ്മൾ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് ഇവിടെ നിർത്തിക്കൊണ്ട് താമസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലായിട്ട് കാര്യങ്ങൾ. ഈ ഒരു അവസ്ഥയിൽ കേന്ദ്ര സർക്കാർ മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായും അതെ. കാരണം കേന്ദ്ര സർക്കാർ ഇന്നും പത്രപ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്ഷാമവുമില്ല, കൃത്രിമ ക്ഷാമം ഉണ്ടാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിലവിലെ സംഗതി അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പെട്രോളിയം സഹമന്ത്രിയുണ്ട്, സുരേഷ് ഗോപി. സുരേഷ് ഗോപി വരെ പറയുന്നത് ക്ഷാമമില്ല എന്നാണ്, കൃത്രിമ ക്ഷാമം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു മന്ത്രിയെ പോലും നമുക്ക് ആവശ്യമുണ്ടോയെന്ന് കേരള ജനം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു പ്രയോജനം പോലും നമുക്കൊരു മന്ത്രി ഉണ്ടായിട്ട് പോലും നമുക്കൊരു പ്രയോജനം കിട്ടുന്നില്ല. ഈ ക്ഷാമം തീർക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയാനോ അവർക്ക് കൊണ്ട് സാധിക്കുന്നില്ല. ചേട്ടൻ ഇത് പറയുമ്പോൾ ഞാൻ കൂടെ ചോദിക്കുക, ഈ നമ്മുടെ കേന്ദ്രമന്ത്രിയോട് കേരളത്തിൽ ഒന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതായത് എൽ പി ജിയുടെ അലോട്ട്മെന്റ് 20% നിന്നും വർദ്ധിപ്പിക്കണമെന്ന്. അപ്പൊ സുരേഷ് ഗോപിയുടെ വാദം നമ്മൾ കേട്ടതാണ്, കേരളത്തിന് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്, ലെറ്റർ അയച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അവര് പറഞ്ഞു ഉടനെ ഈ പ്രശ്നം പരിഹരിക്കുന്നു. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്കൊരു ദീർഘവീക്ഷണമില്ലാതെ പോയി കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട്, ഗ്യാസിനുള്ള ബുദ്ധിമുട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാൻ പറ്റുമെന്നാണ്? ഈ പ്രതിസന്ധി ഇപ്പൊ എങ്ങനെ പെട്ടെന്ന് തരണം ചെയ്യുമെന്നുള്ളത് അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളൊക്കെ അതുകൊണ്ടൊരു ആശങ്ക ഇതിലാണ്. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ആശങ്കയിലാണ് ഞങ്ങളുടെ ജീവിതം. ഒരു കോവിഡ് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്കാണോ പോകുന്നത്? കോവിഡിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കോവിഡിന് നമുക്ക് വീട്ടിലെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ പാഴ്സൽ കടകളൊക്കെ തുറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത്. ഇതിപ്പോ അതിലും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എനിക്കിപ്പോൾ ഒരു ദിവസം ഒരു 2 സിലിണ്ടറൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒരു സിലിണ്ടർ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തോടുകൂടി ഈ കട അടച്ചു പൂട്ടുവാണ്. നിലവിലെ അവസ്ഥ അതാണ്. അടുത്തത് എന്താന്നുള്ളത് അതാണ് നമ്മുടെ ഒരു ആശങ്ക ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. അടുത്തത് എന്താന്നുള്ളത് ആലോചിച്ചിട്ടില്ല. ഇനിയിപ്പോ ഗ്യാസ് കിട്ടുവാണെങ്കിൽ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒത്തിരി സാധനങ്ങളുണ്ട്, വിറകിലെല്ലാം നടക്കില്ലാത്തൊരു. അതുപോലെ തന്നെ ഈ ഗ്യാസ് ക്ഷാമം രൂക്ഷമാകുന്നതോടുകൂടി തന്നെ പല സാധനങ്ങൾക്കും വില കൂടാൻ സാധ്യതയില്ലേ? ഈ ഒരു വിലക്കയറ്റം എങ്ങനെയാണ് ഒരു ഹോട്ടൽ നോക്കിക്കാണുന്നത്? വിലക്കയറ്റം ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ചെറുകിട കച്ചവടക്കാരെയൊക്കെ ശരിക്കും വിലക്കയറ്റം ബാധിച്ചു. അപ്പൊ ഈ ഗ്യാസിന് ഇനി വില കൂടുകയാണെന്നാണ്. ഇപ്പൊ ഗ്യാസിന് 3 മാസം കൊണ്ട് 4 പ്രാവശ്യം ഗ്യാസിന് വില കൂടി. ഒരേ പ്രാവശ്യം 100 രൂപ 105 രൂപ ഒക്കെ വെച്ചാണ് കൂടുന്നത്. ഈ 3 മാസം കൊണ്ട് 4 പ്രാവശ്യം വില കൂടി ഗ്യാസിന്. ഇനിയും കൂടിക്കഴിഞ്ഞാൽ സാധാരണ ചെറുകിട കച്ചവടക്കാരൊക്കെ അടച്ചുപൂട്ടേണ്ട വരും. ചേട്ടാ, അതുപോലെ തന്നെ ഈ പഴയ മെനുവിൽ നിന്ന്
ക്ഷാമം വന്നതിന് ശേഷമുള്ള മെനുവിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒത്തിരി സാധനങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. സാധാരണ ഊണ് വേണ്ടാന്ന് വെച്ചു, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ നമ്മളൊരു 10 കൂട്ടം 12 കൂട്ടം സാധനങ്ങൾ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ 2 കൂട്ടം മാത്രമേ ഉള്ളൂ. ചപ്പാത്തി വേണ്ടാന്ന് വെച്ചു. ഇതൊന്നും നമ്മളെ കൊണ്ട് നല്ല ഗ്യാസ് വേണം, അപ്പോൾ അതുകൊണ്ടൊക്കെ അതുകളൊക്കെ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ നിസാര 1-2 ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പണിക്കാർക്കും ശമ്പളം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്കതുകൊണ്ടൊരു മെച്ചവും ഇല്ല. പിന്നെ അടച്ചു പൂട്ടുണ്ടായല്ലോ എന്ന് കരുതിയാണ് അത് തുടർന്ന് നോക്കേണ്ടത്. കസ്റ്റമേഴ്സ് എങ്ങനെയുണ്ടോ വരവ്? കസ്റ്റമേഴ്സ് വരവുണ്ട്, പക്ഷെ നമുക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. അത് അവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് അവസ്ഥകൾ അറിയാം. സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം ഗ്യാസിന്റെ ഷോർട്ട് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ടൊക്കെ പോകുന്നു. സർക്കാരിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? സർക്കാരിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പ്രതിസന്ധിയിൽ നിന്നിപ്പോ കേരള സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ല. കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇതിനെന്തെങ്കിലും റേഷൻ മുകളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഹിതമായ ഹോട്ടലുകളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാക്കണം, അതാണ് പറയാനുള്ളത്. നിലവിലിപ്പോൾ നമ്മളൊരു 5-8 കൂട്ടം സാധനങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നിലവിൽ 1-2 കൂട്ടങ്ങൾ മാത്രമേ ഐറ്റംസുകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇല്ല, നാട്ടിൽ പോകുന്ന ആവശ്യമില്ലേ. പിന്നെ ഇവിടെ ഇപ്പോൾ ഗ്യാസ് ഇല്ല, പണിയില്ല. പിന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ പണി ചെയ്യാൻ പറ്റില്ല, പ്രശ്നമാണ് ഭയങ്കര. ഓരോ 3-4 ദിവസമായി ഗ്യാസ് ഇല്ലായിരുന്നു. LPG ക്ഷാമം രൂക്ഷമായതോടെ കേരളത്തിലെ ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടിന്റെ വക്കിലാണ്. അതിലൊരു ഹോട്ടലാണ് ഈ കാണുന്നത്. ഇവിടെ പട്ടിണിയിലാവുന്നത് ആഹാരം തേടി വരുന്നവർ മാത്രമല്ല, മറിച്ച് ഹോട്ടൽ ഉടമയും തൊഴിലാളിയും കൂടെയാണ്.